യൂത്ത് ലീഗ് നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്ക് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഒരു കാലത്ത് ലീഗ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ശേഷമാണ് ശ്രീ കെ ടി ജലീൽ ലീഗിന്റെ പടിയിറങ്ങുന്നത്. മറ്റൊരു രാഷ്ട്രീയ പോർക്കളത്തിന് തുടക്കമിടുകയാണോ ഇപ്പോഴുള്ള ഈ പ്രസ്താവനകളും വാർത്താ സമ്മേളനങ്ങളും എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാകുമ്പോൾ മുൻമന്ത്രി MLA ശ്രീ കെ ടി ജലീൽ ക്യൂറ്റിനൊപ്പം ചേരുകയാണ്. നമസ്കാരം സർ. PK ഫിറോസിനെതിരെ നിരന്തരം ആരോപണങ്ങൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, വാർത്താ സമ്മേളനങ്ങൾ. ഇത് ഇനി ഒരു നിയമ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകുന്നുണ്ടോ, അതോ ഇത് രാഷ്ട്രീയ പ്രതികരണങ്ങളും നീക്കങ്ങളും മാത്രമാണോ? ഇതിനെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മളുടെ രാജ്യത്ത് സംവിധാനങ്ങളുണ്ട്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ സംവിധാനങ്ങളുണ്ട്. കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ സംവിധാനങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതുമായി അന്വേഷിക്കാൻ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്തി തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളുടെ സംസ്ഥാനത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതിന് നടത്തപ്പെടുന്ന ഗൂഢാലോചനയാണ്. അവരെ എതിർക്കുന്ന സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെ അവർ സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്നു. അവർക്കെതിരെ അപകീർത്തിപരമായിട്ടുള്ള പ്രസ്താവനകൾ നിരന്തരം സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ നിഷ്പ്രഭരാക്കുക എന്നുള്ളതാണ് ഇത്തരം ഒരു കുറുവാ സംഘം ലക്ഷ്യമിടുന്നത്. യൂത്ത് കോൺഗ്രസിൽ അതിന് നേതൃത്വം നൽകുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമാണെങ്കിൽ യൂത്ത് ലീഗിൽ അതിന് നേതൃത്വം നൽകുന്നത് PK ഫിറോസാണ്. വലതുപക്ഷ രാഷ്ട്രീയ സംഘടനകളുടെ, പ്രത്യേകിച്ച് UDF രാഷ്ട്രീയ മുന്നണിയുടെ യുവജന സംഘടനകൾ അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് പോകുന്നത് തടയുക എന്നുള്ളതാണ് ആത്യന്തികമായി ഈ പോരാട്ടത്തിൻ്റെ ലക്ഷ്യം. പ്രവാസി സംഘടനകൾ കൊണ്ട് ശക്തമാണല്ലോ അത്, പ്രത്യേകിച്ച് ലീഗൊക്കെ. അപ്പോൾ ഈ ലീഗ് വക്താക്കളുടെയൊക്കെ പലരുടെയും വെർഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും UAE അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ലോജിസ്റ്റിക് കമ്പനികൾ പലർക്കുമുണ്ട്. റെസിഡൻസി വിസ കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. ഒരു ധനസമ്പാദനമല്ല, കൂടുതൽ ഈ രാഷ്ട്രീയ പ്രവർത്തനമാണ് ലക്ഷ്യം എന്നുള്ള ചില വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മുഖവിലേക്ക് പോലും എടുക്കണ്ട എന്നാണ്. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിൽ മറ്റേത് രാഷ്ട്രീയ നേതാവാണ് ഇത്തരം ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്? ഈ ജോബ് വിസയുള്ള എത്ര ആളുകൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുണ്ട്? പാർട്ടി പ്രവർത്തനത്തിൻ്റെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിനാണ് ഇതെങ്കിൽ ഒരാൾക്ക് മാത്രം മതിയോ ഒരു പാർട്ടിയിലത്? എത്ര പാർട്ടി നേതാക്കന്മാർക്ക് അത്തരത്തിലുള്ള ജോബ് വിസകൾ ഉണ്ട്? ഇവിടെ പ്രവർത്തിക്കുകയും അവിടെ തൊഴിൽ ചെയ്യുന്നു എന്ന് രേഖപ്പെടുത്തി അവിടുത്തെ സർക്കാരിനെ വഞ്ചിക്കുകയും ചെയ്യുന്ന എത്ര പേർ മുസ്ലിം ലീഗ് പാർട്ടിയിലുണ്ട്? മാത്രമല്ല, ഞാനൊക്കെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്നിട്ടുള്ള ആളാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ എൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. എനിക്ക് ശേഷം N ഷംസുദ്ദീൻ MLA മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. PM സാദിഖ് അലി MSFൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. ഇവരൊക്കെ ഇങ്ങനെയായിരുന്നോ പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്നത്? ഇവർക്കൊക്കെ ഇത്തരം ഒരു വിസ ഉണ്ടായിരുന്നതായിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടിരുന്നോ? എന്തുകൊണ്ടാണ് ഫിറോസിന് മാത്രം ഇത്തരം ഒരു വിസ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയത്? കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം വഴിവിട്ട രീതിയിൽ ഒരുപാട് ബിസിനസ് സംരംഭങ്ങളിൽ ഭാഗമാക്കാണ്. ഇതിനൊക്കെ അദ്ദേഹത്തിന് നിക്ഷേപിക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടി? സ്വദേശത്തും വിദേശത്തും നിരവധി ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെ സമ്മതിച്ചു തനിക്ക് അമേരിക്കയിൽ അവിടുത്തെ ബിസിനസ് വിസയുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റു രാഷ്ട്രങ്ങളിലും ബിസിനസ് വിസയൊക്കെ ഉണ്ടാകാൻ മാത്രമുള്ള എന്ത് ബിസിനസ് കണക്ഷനാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം പരമ്പരാഗതമായിട്ട് സമ്പന്നമായിട്ടുള്ളൊരു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു KSRTC റിട്ടയർഡ് ഡ്രൈവറാണ്. അവർക്ക് വളരെ കുറച്ച് പരിമിതമായിട്ടുള്ള ഭൂസ്വത്തേ ഉള്ളൂ. ഇപ്പോൾ PV അബ്ദുൽ വഹാബിൻ്റെ മകനാണ് ഇത്തരത്തിലൊരു ബിസിനസ്
വിസയും ഇവിടെ പ്രവർത്തനവും നിരവധി രാജ്യങ്ങളിൽ ബിസിനസ് നെറ്റ്വർക്കുകളും ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് അതിശയമായിട്ട് തോന്നില്ല. നിക്ഷേപിക്കാൻ ഒരു 10 പൈസ പോലും ഇല്ലാത്ത, തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ സത്യവാങ്മൂലമായി തൻ്റെ ഇൻകം എത്രയാണ് എന്ന് ഫിറോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 47 ലക്ഷത്തോളം രൂപ സാമ്പത്തിക ബാധ്യതയുള്ളയാളാണ് താനെന്ന് 2021 പറഞ്ഞയാളാണ് ശ്രീ ഫിറോസ്. ആ ഫിറോസ് 3-4 വർഷം കഴിയുമ്പോഴേക്ക് അതിസമ്പന്നനായിട്ട് മാറുക എന്ന മായാജാലമാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മളുടെ സർക്കാരിനെ, നമ്മളുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ, UAE ഭരണ സംവിധാനത്തെ ഒരുപോലെ വഞ്ചിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ വിസയുടെ കാര്യം, ജോബ് വിസ എന്നാണ് അവസാനിക്കുന്നത്? നിങ്ങൾ ആ ഡേറ്റ് നോക്കിയോ? അത് 3-ാം മാസം മാർച്ച് ലാസ്റ്റോട് കൂടിയിട്ട് അത് അവസാനിക്കുന്നു. കാരണം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ അദ്ദേഹത്തിന് എന്തുണ്ടാവില്ല? ജോബ് വിസ ഉണ്ടാവില്ല. 2020 ഡിസംബർ 31 അദ്ദേഹത്തിൻ്റെ ജോബ് വിസ തീർന്നു. 2021 ഏപ്രിൽ മാസത്തിൽ, മാർച്ച് ഏപ്രിൽ മാസത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ മറ്റു വല്ല ജോലിയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രൊഫഷൻ എന്നുള്ള കോളത്തിൽ അദ്ദേഹം എഴുതിയത് ലോയർ എന്നാണ്. ഈ പ്രാവശ്യം അദ്ദേഹം എന്തെഴുതുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ലോയർ ആയിക്കൊണ്ട് ഇങ്ങനെ വേറൊരു ജോലി അദ്ദേഹത്തിന് വഹിക്കാൻ കഴിയില്ല, ഒരു ശമ്പളക്കാരനാകാൻ സാധിക്കില്ല എന്നാണ് ബാർ കൗൺസിലിൻ്റെ നിയമങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാർ കൗൺസിൽ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുന്ന നാട്ടിലെ സംവിധാനങ്ങളെ വഞ്ചിക്കുന്നു, UAE ഭരണ സംവിധാനത്തെ വഞ്ചിക്കുന്നു. ഈ 2 വഞ്ചനകളാണ് ഒരേ സമയം ഫിറോസ് ചെയ്യുന്നത്. ഇതിനൊക്കെയുള്ള പണം, ഈ നിക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ള പണം, വിവിധ സംരംഭങ്ങളിൽ പങ്കാളിയാകാനുള്ള പണം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഇദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണത് പറയാൻ കഴിയാത്തത്? അത് കള്ളപ്പണമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആരോപണങ്ങൾ വളരെ ശക്തമായിട്ടുള്ളതാണ്. അപ്പോഴും താങ്കൾ ഇതിന് മുൻപ് ഉന്നയിച്ചത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ലീഗിലെ മുതിർന്ന നേതാക്കൾക്കെതിരെയാണ്. ഇത് യൂത്ത് ലീഗിൻ്റെ നേതൃത്വമാണ്. KT ജലീലിനെ പോലെ ഇത്രയും മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള PK ഫിറോസിനെതിരെ നിരന്തരം ആരോപണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയും ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടിനപ്പുറത്ത് ഒരു വ്യക്തിപരമായ ഒരു പോരാട്ടം എന്ന രീതിയിലേക്ക് ഫിറോസിൻ്റെ മറുപടി വരിക, വീണ്ടും താങ്കളുടെ മറുപടി വരിക, അങ്ങനെ അത് ആ ഒരു തലത്തിലേക്ക് ഇത് പോകുന്നുണ്ടോ? അങ്ങനെയല്ല. വ്യക്തിപരമായിട്ടുള്ള പ്രതികാരം എന്നൊന്നും ഇതിനെ പറഞ്ഞുകൂടാ. കാരണം ഇത്തരമൊരു സംഭവം ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം ഒരാൾ നിരന്തരം ചെയ്യുന്നു എന്ന് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നമ്മൾ പുറത്തു കൊണ്ടുവരണം. പ്രത്യേകിച്ചൊരു പൊതു രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോൾ. PK ഫിറോസൊക്കെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇനി മുസ്ലിം ലീഗിൻ്റെ നേതൃപദവികളിലേക്കൊക്കെ വരേണ്ടയാളാണ്. ഇങ്ങനെ ഒരു കുറുവാ സംഘത്തിൽ അംഗമായിട്ടുള്ളയാൾ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയുടെ നേതൃപദവിയിലൊക്കെ വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? ആ പാർട്ടിയെ തന്നെ വിൽക്കില്ലേ? സെയിൽസ് മാനേജർ എന്നുള്ള തസ്തികയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ വിൽക്കാൻ വരെ തയ്യാറാകുമല്ലോ. അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം മുസ്ലിം ലീഗ് സ്ഥാപിതമായത് ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രയത്നത്തിൻ്റെ പിൻബലത്തിലാണ്. അത്തരത്തിലുള്ള ഒരു പാർട്ടിയുടെ നേതൃപദവിയിലിരിക്കാനുള്ള ഒരു യോഗ്യതയും PK ഫിറോസിനില്ല. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരോട് പറഞ്ഞത്, പൊതുപ്രവർത്തനം നിങ്ങൾ ഒരിക്കലും ഉപജീവന മാർഗമാക്കരുത്. ആരാണ് ഉപജീവന മാർഗമാക്കിയത്? ഏതെങ്കിലും പൊതുപ്രവർത്തകന്മാർ പൊതുപ്രവർത്തനം ഉപജീവന മാർഗമാക്കിയിട്ടുണ്ടോ? മുസ്ലിം ലീഗിലും യൂത്ത് ലീഗിലും ഇതിനു മുൻപ് ഞങ്ങളൊക്കെ ഭാരവാഹികളായിരുന്നല്ലോ. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. മറ്റു പലർക്കും ചെറിയ ചെറിയ ജോലികളുണ്ടായിരുന്നു. അവർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ, വലിയ നിക്ഷേപമൊന്നും ആവശ്യമില്ലാത്ത ജോലികൾ. ഒരു സമ്പന്നൻ്റെയും കൂടെ നടക്കാതെ, അവരുടെ കാല് പിടിക്കാതെ, അവരുടെ വാലിൽ തൂങ്ങാതെ, അവരുടെ ഊരയിൽ കൂര കെട്ടി താമസിക്കാതെ മാന്യമായി ജീവിച്ചിരുന്നല്ലോ. ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നു. ഹാഷ് ബോഷായിട്ടും വളരെ ആഡംബരപൂർണമായിട്ടും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും ഇങ്ങനെ പരിമിതപ്പെട്ട് പോകാൻ സാധിക്കില്ല. ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിന്ന് ജീവിച്ചവരാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അദാനിയുടെ മകനെപ്പോലെ ജീവിക്കണം, അതിസമ്പന്നന്മാരുടെ മക്കളെപ്പോലെ വിരാജിക്കണം,
എന്നൊക്കെ ഒരാൾ മോഹിച്ചാൽ സംഭവിക്കുന്നതാണ് ഫിറോസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം തുറന്ന് പറയേണ്ടതാണ്. അത് ഫോർ ദി സൊസൈറ്റി, ഫോർ ദി ബെനഫിറ്റ് ഓഫ് ദി മുസ്ലിം ലീഗ് ആൻഡ് ഫോർ ദി മുസ്ലിം ലീഗ് പീപ്പിൾ. ബന്ധു നിയമന കേസുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ, അത് താങ്കൾ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിലേക്ക് കടന്ന കാര്യങ്ങൾ, വ്യക്തിപരമായിട്ട് ഇതിനകത്തൊന്നുമില്ല എന്ന് പറയുകയാണോ? അല്ല, ബന്ധു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളിലും ഇവരുടെ ഒരു വലിയ കോക്കസ് പ്രവർത്തിച്ചിരുന്നു. അന്ന് ലോകായുക്ത എനിക്കെതിരായിട്ട് വിധി പറഞ്ഞത് എന്നെ ഒന്ന് കേൾക്കാതെയാണ്, എനിക്കൊരു നോട്ടീസ് അയക്കാതെയാണ്. ഒരാളെ നമ്മൾ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കില്ലേ? ഒരു ദിവസമെങ്കിലും, ഒരു നിമിഷമെങ്കിലും ഈ ജഡ്ജി എന്നെ വിളിച്ച് എന്താണ് നിങ്ങൾ ഇത് ചെയ്തതിൻ്റെ ചേതോവികാരം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല, എനിക്കതിലൊരു മനപ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. എന്നെ കേൾക്കാതെ, എനിക്കൊരു നോട്ടീസ് അയക്കാതെ, ഈ ബന്ധപ്പെട്ട വ്യക്തി അദീബ് എന്ന് പറയുന്ന വ്യക്തിയെ നോട്ടീസ് അയച്ചുകൊണ്ട് ഒന്ന് വരികയോ വരുത്തുകയോ കേൾക്കുകയോ ചെയ്യാതെ, അയാൾക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണ്ടേ? മാത്രമല്ല, ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്നത് പോലെയായിരുന്നു ആ വിധി. ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തമായിട്ടൊരു വിഷയം അതിനകത്തുണ്ടായിരുന്നു. ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷൻ, കാലാകാലത്തേക്കുള്ള ഡെപ്യൂട്ടേഷൻ ഒന്നുമല്ല. ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ കൊടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു ഡിസ്ക്രിഷ്യണത്. അങ്ങനെ മുമ്പും പലരും ഇത്തരത്തിലുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ബന്ധപ്പെട്ട വ്യക്തി അദീബ് എന്ന് പറയുന്ന വ്യക്തി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണ്. അതായത് ബന്ധു നിയമനവുമായിട്ട് ഉയർത്തിയ അതിൽ യാതൊരു പങ്കും ഉണ്ടായിട്ടില്ല, അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു തെറ്റോ സംഭവിച്ചിട്ടില്ല? ഒരിക്കലും എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്ഥാപനം തകർന്നുകൊണ്ടിരിക്കുകയാണ്, ആ സ്ഥാപനത്തെ നന്നാക്കി കൊണ്ടുവരണം. അതിന് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ഒരാൾ വരണം. ബാങ്കിങ് സെക്ടറിൽ നിന്നൊന്നും ആരും വരില്ല, കാരണം അവിടെ നല്ല ശമ്പളമാണ്, ഇവിടെ ശമ്പളം കുറവാണ്. അപ്പോൾ ഞാൻ തന്നെ നമ്മളുടെ ഒരു പരിധിയിൽ വരുന്ന ഒരാളോട് കുറച്ച് ശമ്പളം കുറഞ്ഞാലും ഒരു വർഷം നീ ഒന്ന് വന്ന് ഈ സ്ഥാപനം ഒന്ന് നേരെയാക്കണം എന്ന് പറയുകയായിരുന്നു ഞാൻ. ഒരു മന്ത്രി എന്നുള്ള നിലക്ക് തൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം നശിച്ചു പോകുന്നത് തടയുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു എനിക്ക്. അല്ലാതെ ഒരാൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല. മോശക്കാരനായിരുന്നെങ്കിൽ അയാൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി ലഭിക്കുന്ന ഒരാളാകുമായിരുന്നോ? ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ഓഫീസിൽ ചീഫ് മാനേജറായിട്ട് പണിയെടുക്കുന്ന ഒരാളായി മാറുമായിരുന്നു അദ്ദേഹം. ഈ സിറിയക് ജോസഫ് എന്ന് പറയുന്ന ലോകായുക്ത നേരത്തെ തന്നെ മുസ്ലിം ലീഗുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ്. നമുക്കറിയാം 4 പേരുടെ മരണത്തിനിടയാക്കിയ ഐസ്ക്രീം പാർലർ കേസ്. ആ ഐസ്ക്രീം പാർലർ കേസിൽ PK കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി പറഞ്ഞ 2 ജഡ്ജിമാരിൽ ഒരാൾ ഈ ലോകായുക്ത സിറിയക് ജോസഫാണ്. അന്നതിന് അദ്ദേഹം പ്രതിഫലം വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ അനുജ സഹോദരൻ ജെയിംസ് ജോസഫിൻ്റെ ഭാര്യ ജാൻസി ജെയിംസിനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവിയിൽ ഇരുത്തിക്കൊണ്ടാണ്. അതായിരുന്നു അന്നത്തെ ഡീല്. അതിന് പുറമെ വലിയ ഒരു തുകയും അദ്ദേഹം അന്ന് വാങ്ങിയത് അന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കൊടുത്തയാൾ അന്ന്. പക്ഷേ അത് ഇദ്ദേഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കെതിരായി ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിധി ഒരാൾ പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അയാളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഭീകരമായിട്ടുള്ള സത്യം ഇതാണ്. അപ്പോൾ അന്ന് ഐസ്ക്രീം പാർലർ കേസിൽ ഡീല് നടത്തിയ അതേ ജഡ്ജി, ആ ജഡ്ജിയെ ഉപയോഗിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് 3 തവണ തുടർച്ചയായി ജയിച്ചു വരികയും മന്ത്രിയാവുകയും ചെയ്തു മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഒരാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, തെരഞ്ഞെടുപ്പിന് മുമ്പ് വിധി പറയാനായിരുന്നു അവരുദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് ശേഷമായി പോയത് മുമ്പ് വിധി പറയാൻ വേണ്ടി അവർ നിശ്ചയിച്ച ദിവസം. അതിന് ആ കോക്കസിന് ചുക്കാൻ പിടിച്ചത് PK ഫിറോസും ആണ്. PK കുഞ്ഞാലിക്കുട്ടിയും PK ഫിറോസും കൂടിയാണ് അത് നടത്തിയത്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് എനിക്കെതിരായി എന്താണ് PK ഫിറോസ്
ഒരു ജഡ്ജിയുടെ ജഡ്ജ്മെൻറ്റിനെതിരായിട്ട് ഇയാൾ പറയുന്നു എന്ന് പറഞ്ഞൊരു വക്കീൽ നോട്ടീസ് പോലും അയച്ചില്ലല്ലോ. അഭയ കേസിൽ അതിലെ മുഖ്യപ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ഈ സിറിയക് ജോസഫ് നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ജോമോൻ പുത്തമ്പുരക്കൽ അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സിറിയക് ജോസഫ് ഇക്കാര്യത്തിൽ എനിക്കെതിരായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു നടപടി സ്വീകരിക്കാത്തത്? ജാൻസി ജെയിംസിന് അവരെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കിയത് ഇതിൻ്റെ പ്രതിഫലമായിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്തേ അവരെനിക്കെതിരായിട്ട് ഒരു വക്കീൽ നോട്ടീസ് അയക്കാതെ പോയത്? ഈ വിഷയം കാര്യങ്ങൾ ഇതെല്ലാം എന്നുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, എൻ്റെ അന്നത്തെ വിധിയെ സംബന്ധിച്ച് ഒരു റീ ഓപ്പണിങ്ങിന് അവർക്ക് ആർക്കും താല്പര്യമില്ല. കാരണം എന്നെ കേൾക്കാതെ സാമാന്യമായിട്ടുള്ള നീതി എനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ചോദിക്കും, ഹൈക്കോടതിയിൽ പോയില്ലേ, കോടതി ഇടപെട്ടില്ലല്ലോ, സുപ്രീം കോടതിയിൽ പോയില്ലേ, കോടതി ഇടപെട്ടില്ലല്ലോ. നിലവിലുണ്ടായിരുന്ന ലോകായുക്ത നിയമം അനുസരിച്ച് അപ്പീൽ അതോറിറ്റി ഇല്ല. ലോകായുക്ത എന്ത് തീരുമാനിക്കുന്നു, ദാറ്റ് ഈസ് ദി ഫൈനൽ ഡിസിഷൻ. ആ നിയമമാണ് പിന്നീട് മാറ്റിയത് നമ്മളുടെ കേരള നിയമസഭ. അപ്പോൾ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്താൻ മാത്രം ഇവർ വളർന്നെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളെ രാഷ്ട്രീയത്തിൽ നിന്ന് വനവാസത്തിന് പറഞ്ഞയക്കാൻ ഇവരൊക്കെ ഇത്തരത്തിലുള്ള പിന്നാമ്പുറങ്ങൾ ഉപയോഗിക്കുന്നു, ജഡ്ജിമാരെ സ്വാധീനിക്കുന്നു ഒക്കെ എങ്കിൽ അത് തടയപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ള സംഘങ്ങളെ വളർത്തിക്കൂടാ. അപ്പോഴും ഓരോരോ ആരോപണങ്ങൾ എടുത്തു പറയുമ്പോൾ അത് ലീഗിൻ്റെ വക്താക്കൾ ചാനൽ ചർച്ചകളൊക്കെ വന്നിരുന്ന് അതിന് മറുപടി പറയുന്നുണ്ട്. ഈ കത്വ ഉന്നാവ് ഫണ്ട് വിവാദം വിഷയമായിട്ട് വരുമ്പോൾ ഈ ഫണ്ട് പോകുന്നത് ദേശീയ അക്കൗണ്ടിലേക്കാണ്. ഇതിനകത്തുനിന്ന് പണം എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിൻ്റെ ഒപ്പ് കൂടി വേണം. അപ്പോൾ ഈ PK ഫിറോസ് കട്ടു എന്ന് പറയുന്നിടത്ത് മുനാവർ അലി ശിഹാബ് തങ്ങൾ കൂടെ അറിഞ്ഞിട്ടേ ഈ കക്കാൻ കഴിയുള്ളൂ. പക്ഷേ മുനാവർ അലി ശിഹാബ് തങ്ങൾ ഇത് അറിഞ്ഞു എന്ന് താങ്കൾ എവിടെയും പറയുന്നുമില്ല. ആരോപണം PK ഫിറോസിനെതിരെ മാത്രമാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഇവർ വളരെ കുറച്ച് പൈസ മാത്രമേ ബാങ്കിലൂടെ പാസ് ചെയ്യുന്നുള്ളൂ. ഭീമമായിട്ടുള്ള തുക ഇവർ ബൈ ഹാൻഡ് സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. ഓരോ ജില്ലകളിലും പ്രത്യേകം കൺവെൻഷനുകൾ വെച്ച് ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റിയും കത്തുവ ഉന്നോവ പെൺകുട്ടികളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പിരിച്ച പണം കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. പല നേതാക്കളുടെയും ദേശീയ ഫണ്ടിലേക്ക് പോയിട്ടില്ല. ഈ കത്തുവ ഉന്നോവ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് അന്ന് മുഖം രക്ഷിക്കാൻ അന്നത്തെ യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ ഭാരവാഹിയായിരുന്ന CK സുബൈറിനെ മുസ്ലിം ലീഗ് പുറത്താക്കിയത്. അല്ലെങ്കിൽ ലീഗ് പറയട്ടെ എന്തിനാണ് പുറത്താക്കിയതെന്ന്. പിന്നീട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ദേശീയ നേതൃത്വത്തിലേക്ക് CK സുബൈർ വരികയും ചെയ്തു. പുറത്താക്കിയത് എന്തിനാണെന്നും പറഞ്ഞിട്ടില്ല, എടുത്തപ്പോൾ എന്തിനാണ് അദ്ദേഹത്തെ എടുത്തത് എന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ദേശീയം അന്തർദേശീയം എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റിനപ്പുറം സ്റ്റേറ്റ് പ്രസിഡന്റ് ഈസ് സുപ്പീരിയർ ദാൻ ദി ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഓഫ് മുസ്ലിം ലീഗ്. അത് ലീഗിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ ധോത്തി ചലഞ്ചിൽ ഇപ്പോൾ ബിരിയാണി ചലഞ്ച് പോലുള്ള ചലഞ്ച് നടത്തുന്നു, പണം സംഭരിക്കുന്നു, ആ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിക്കുന്നു. പിന്നീട് അവർ കോഴിക്കോട് തന്നെ ഒരു 2.5 കോടി രൂപയ്ക്ക് വേറൊരു കെട്ടിടം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ലീഗ് പറയുന്നത്. അപ്പോഴും അതിലും ഫിറോസ് പ്രതിക്കൂട്ടിലാണ് എന്ന് താങ്കൾ പറഞ്ഞു. ധോത്തി ചാലഞ്ച് നടത്തുമ്പോൾ ഇവരെന്താ പറഞ്ഞത്? നമ്മൾ 600 രൂപ ആളുകളിൽ നിന്ന് വാങ്ങുന്നു, അതിനവർക്ക് ഗിഫ്റ്റായിട്ട് ഒരു തുണി നമ്മൾ നൽകുന്നു. അങ്ങനെ നൽകുന്ന തുണിയുടെ മേൽ എന്തിനാണ് 730 രൂപ എന്ന് അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്? അതൊരു പറ്റിക്കലല്ലേ, വഞ്ചിക്കലല്ലേ? എത്ര രൂപയാണ്? ഇതിൻ്റെയൊക്കെ പ്രശ്നം ഒരൊറ്റ കാര്യം കൊണ്ട് പൂർത്തിയാകും. 2,72,000 തുണികൾ രാംരാജിൽ നിന്ന് വാങ്ങിയതിന് മുസ്ലിം യൂത്ത് ലീഗിന് ഒരു ബില്ല് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ഓരോന്നിനും ഇത്ര രൂപക്ക് എന്ന് പറഞ്ഞ്. ആ ബില്ലൊന്ന് പ്രദർശിപ്പിച്ചാൽ പോരെ? AKG സെന്ററിൽ കസേര വാങ്ങിച്ചതിൻ്റെ ബില്ല് ഗോവിന്ദ മാഷോട് ലീഗ് പ്രതിനിധിക്ക് ചോദിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമല്ലേ? അങ്ങനെയാണോ ഇത്? AKG സെന്ററിൽ കസേര വാങ്ങിച്ച ബില്ല് AKG സെന്ററുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് അവതരിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല, എന്തുകൊണ്ടാണ് CPM-നൊക്കെ ഇത്ര കൂടുതൽ സ്വത്ത് ഉണ്ടായത്?
പിരിക്കുന്ന പൈസ ശരിക്കും ഉപയോഗിച്ചതുകൊണ്ടാണ് സ്വത്തുണ്ടായത്. ഇവരെപ്പോലെ പിരിച്ചയാളുകളുടെ വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മാത്രമേ ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പിരിച്ച ഫണ്ട് എങ്ങോട്ട് പോയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തൊരു വഞ്ചനയാണത്. ഞാൻ രാംരാജിൻ്റെ പുതിയ മുണ്ട് തന്നെ എനിക്ക് കിട്ടി. ഞാൻ ആ മുണ്ട്, നിങ്ങൾ കണ്ടിരുന്നു ആ മുണ്ട്? അതെനിക്ക് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ തന്നെയാണ് അതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാതെ കൊണ്ടുവന്ന് തന്നത്. ഇതാണ് ആ മുണ്ട്. ഇതിൽ 720 രൂപ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ QR കോഡ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. QR കോഡ് നോക്കൂ. രാംരാജിൻ്റെ ഒരു ധോത്തി എടുക്കുമ്പോൾ QR കോഡിൽ നമ്മൾ സ്കാൻ ചെയ്താൽ നമുക്കതിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടും. ഇതിൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. 720 രൂപ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ പ്രൈസിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കോ? ഇതിന് 200 രൂപയെ വിലയുള്ളൂ 2,72,000 തുണികൾ വാങ്ങുമ്പോൾ എന്നുള്ളത് ഏത് കണ്ണുപൊട്ടനും അറിയാം. ഈ തുണിയാണ് 2 തവണ എടുത്ത് ഈ 2 തുണി, ഒരു തവണ 2 തവണയേ ഇത് എടുത്തിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇതിങ്ങനെയായി. ഇതൊന്നും എനിക്ക് മറ്റെവിടെ നിന്നും കിട്ടൂലല്ലോ. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ തന്നെ കൊണ്ടുവന്ന് തന്നതാണ്. അവർ തന്നെയാണ് പറഞ്ഞത് എന്നോട്, ഇങ്ങനെ ഒരു വലിയ കൊള്ള നടന്നിട്ടുണ്ട്. ഇതിലൊരു വിഷയം, യൂത്ത് ലീഗിൽ നിന്ന് തന്നെയാണ് താങ്കൾക്ക് ഈ വിവരങ്ങളെല്ലാം പിന്നെ കിട്ടുന്നത്. ഇത് താങ്കൾ അതെ താങ്കളെല്ലാം പറയുന്നു. അപ്പോൾ ഫിറോസിനെതിരെ ലീഗിനകത്ത് ഉയരുന്ന ഒരു രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്, അതിന് താങ്കൾ കുടപിടിക്കുന്നു. ഇന്ന് അത് ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി പുറത്തു നിന്നുകൊണ്ട് അത് തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അല്ല, ഒരിക്കലുമല്ല. ഇങ്ങനെയുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വളരാൻ വേണ്ടി പാടില്ല. അത് BJPയിലാണെങ്കിൽ പോലും. യാതൊരു സത്യസന്ധതയും യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകൾ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വളർന്നു വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയ പൊതുപ്രവർത്തകർക്ക് പിന്നെ അവരെയൊക്കെ പിച്ച് ചീന്തി ഇവർ വലിച്ചെറിയില്ലേ ഈ പണത്തിൻ്റെ സ്വാധീനത്തിൽ? ജഡ്ജിമാരെ അടക്കം സ്വാധീനിക്കാൻ കഴിവുള്ള സംഘങ്ങൾ നാട്ടിൽ പ്രവർത്തിച്ചാൽ എന്താകും സ്ഥിതി? അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരായിട്ട് ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. നേരത്തെ കുറുവ സംഘം എന്ന് പറഞ്ഞു. ഇപ്പോൾ UDFൽ ഇതിൻ്റെ യുവ നിരയിൽ മുന്നിൽ നിൽക്കുന്ന 3 പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും PK ഫിറോസും. ആ തരത്തിൽ ജനശ്രദ്ധയെ നേടിയത് രാഹുലിൻ്റെ വിഷയം, രാഹുൽ അടഞ്ഞ ചാപ്റ്ററായി. അതുകൊണ്ട് തന്നെ ഷാഫിയും നിശബ്ദനായ ഒരു സ്ഥിതിയാണ്. അപ്പോൾ PK ഫിറോസിനെ കൂടി ആ ചാപ്റ്റർ കൂടി അവസാനിപ്പിക്കുക. അങ്ങനെയല്ല, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇപ്പോൾ ഈ ധോത്തി ചാലഞ്ചിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒരൊറ്റ കാര്യം. രാംരാജിൽ നിന്ന് ഈ തുണികൾ 2,72,000 തുണികൾ എടുത്തതിൻ്റെ ബില്ല് സമൂഹ മാധ്യമങ്ങളിൽ ഒന്ന് പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? KT ജലീൽ സംസാരിക്കുന്നത് ലീഗിലെ ഒരു വിഭാഗത്തിന് വേണ്ടി കൂടിയാണ്. അങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതായത് ഇതിനകത്ത് നിന്നുയരുന്ന വിഷയങ്ങൾ, അതല്ലാതെ അത് മറുവശത്ത് നിൽക്കുന്ന ഒരു മുന്നണിയുടെ വാക്കുകളായിട്ടും മാത്രമല്ല. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി അല്ലേ, സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇപ്പോൾ താങ്കൾ അതിലില്ലല്ലോ. ഇല്ല, ഞാനിരുന്ന കസേരയിലല്ലേ ഫിറോസ് ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പം ഞാനിരുന്ന കസേരയിൽ ഇരുന്ന ഘട്ടത്തിൽ ഞാൻ അതിനോട് എന്തുമാത്രം കൂറു പുലർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ ആ കാലത്തുള്ള സഹപ്രവർത്തകർക്കറിയാം. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ എല്ലാ സീമകളും ലംഘിച്ച് പോകുമ്പോൾ അതിനെ എതിർക്കേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വളരെ ശക്തമായിട്ട് വിമർശനങ്ങൾ ഒരു കാലത്ത് ഉന്നയിച്ചിരുന്ന ഒരാളാണ് താങ്കൾ. പക്ഷേ ഇപ്പോഴല്ല. ആ ഒരു മൃദു സമീപനമാണോ? AR നഗർ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത്. ആ പ്രശ്നത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. കോടിക്കണക്കിന് രൂപയാണ് AR നഗർ ബാങ്ക് പല ഏജൻസികൾക്കായിട്ട് ഫൈൻ കെട്ടിയത്, പിഴ കെട്ടിയത്. അതുതന്നെയാണ് ആ കാര്യത്തിൽ ചെയ്യാനുള്ളത്. അത് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെ ഇതിന് പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മളുടെ ലക്ഷ്യം ഏതെങ്കിലും വ്യക്തികളല്ല, സംസ്ഥാന സർക്കാരിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് ഒക്കെ ലഭിക്കേണ്ട നികുതി ഇനത്തിൽ ലഭിക്കേണ്ട പണം വെട്ടിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്
ചില ഏജൻസികൾക്ക് അദ്ദേഹം തന്നെ ഫൈൻ അടച്ചിട്ടുണ്ട്, പിഴ അടച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിലെ പല നേതാക്കന്മാരും പിഴയടച്ചിട്ടുണ്ട്. ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ആരോപണം വന്നപ്പോൾ 10-12 കോടി രൂപയല്ലേ അവർ ഈടിക്കടച്ചത്. അങ്ങനെയല്ലേ ആ കേസ് സെറ്റിൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിൽ ഞാൻ നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളിലും ആ തരത്തിൽ നടപടികൾ ഉണ്ടാകണമെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം. അങ്ങനെയുള്ള തെളിവുകൾ ഇതിനകത്തുണ്ടോ? തെളിവുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ GST ബില്ല് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇവിടെ GST ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പോയി കണ്ട് ഇതിനെത്രയാണ് ഇതിൻ്റെ GST അടച്ചിട്ടുള്ളത് എന്ന് ചോദിക്കണം. എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിക്കണം. 100 രൂപയുടെ വ്യത്യാസം വന്നാൽ 2.25 കോടിയുടെ വ്യത്യാസമാണ് വരുന്നത്. 2,72,00,000 രൂപയാണ് 100 രൂപ വ്യത്യാസം വന്നാൽ ഉണ്ടാകുന്നത്. അപ്പോൾ 200 രൂപയ്ക്ക് വാങ്ങിയൊരു തുണി 300 രൂപയാണ് എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് വേണമെങ്കിൽ ഒറ്റക്ക് പോയി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ച്, ഇപ്പോൾ പല സ്ഥാപനങ്ങളുടെയും സെയിൽസ് മാനേജർമാർ ചെയ്യുന്ന പണി അതാണല്ലോ. എന്നിട്ട് അവർക്ക് ഒരു കമ്മീഷൻ, അല്ലെങ്കിൽ 200 രൂപയുടേത് 300 രൂപയാണെന്ന് നിങ്ങൾ ബില്ലിട്ടോളൂ, നിങ്ങൾക്ക് ഞാൻ വല്ലതും തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ചെയ്തു എന്നല്ല, ചെയ്യാം. ആ സംശയം വളരെ ശക്തമാണ്. അത് ദൂരീകരിക്കാൻ PK ഫിറോസിന് ഒരു നിമിഷം കൊണ്ട് പറ്റും. അദ്ദേഹം ഇതിൻ്റെ ബില്ലൊന്ന് കാണിച്ചാൽ മതി. സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് താങ്കൾ പറയുന്നതെന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചാലും ഒരു വശത്ത് ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയം കൂടിയില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നത്. 4ാമതും തവനൂരിൽ ശ്രീ KT ജലീൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലീഗ് ഫിറോസിനെ തവനൂരിൽ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. അതിന് ലീഗിനകത്ത് തന്നെയുള്ള ചില നീക്കങ്ങൾ ഇതിന് പിറകിലുണ്ട് എന്നുള്ള വാദമുണ്ട്. അല്ല, ഒന്നാമത്തത് തവനൂര് മുസ്ലിം ലീഗിൻ്റെ സീറ്റല്ല. മലപ്പുറം ജില്ലയിൽ ആകെ 16 സീറ്റാണുള്ളത്. അതിൽ 12 സീറ്റിലും ലീഗാണ് മത്സരിക്കുന്നത്. ആകെ 4 സീറ്റാണ് കോൺഗ്രസ്സിനുള്ളത്. അതിൽ ഒന്നാണ് തവനൂർ. കഴിഞ്ഞ പ്രാവശ്യം എനിക്കെതിരെ ലീഗുകാരനായ ഒരാളെ കൊണ്ടുവന്നിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തിയാണ് മത്സരിപ്പിച്ചത്. ഷാഫി പറമ്പിലാണ് ആ സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കിയത്. അല്ലല്ല, എനിക്കങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട താല്പര്യക്കുറവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. KT ജലീൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് താങ്കൾ ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയതാണ്. പക്ഷെ അത് മാറുകയാണ്. താങ്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്നുള്ളത് അത് പൂർണ്ണമായിട്ടും ഭയമാണ്, അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാണോ? അങ്ങനെയല്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ താല്പര്യവും ആഗ്രഹവുമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. എനിക്ക് സത്യത്തിൽ ആത്മാർത്ഥമായും ഒന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നുണ്ട്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ മുസ്ലിം ലീഗിലെ എത്ര പേർക്ക് പറ്റും? എഴുത്തും വായനയും മതി, അതാണ് താൻ ഇപ്പോഴും പറയുന്നു, വ്യക്തി താല്പര്യം. പക്ഷെ അന്ന് പറഞ്ഞ ഒരു ശക്തി ഇപ്പോൾ പറയുമ്പോഴില്ല. അങ്ങനെയല്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ ശക്തിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. മത്സരിക്കില്ല എന്നും പറയാനും കഴിയില്ല. ഇതൊരു അവസാന ഒരു അന്തിമ തീരുമാനം ഇനിയും ഉണ്ടാകാൻ സമയമുണ്ട്. അല്ല, അന്തിമ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഭാരം ആണോ? നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ, അവർ, പാർട്ടി, അതൊക്കെ വേറെ കിടക്കുന്നുണ്ടല്ലോ. അവർക്കൊക്കെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്, ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് വേറെ ആളുകളെ പരിഗണിക്കാം. പന്ത് പാർട്ടിയുടെ കോർട്ടിലാണ്. പാർട്ടിക്ക് തീരുമാനിക്കാം. പാർട്ടി പറയുകയാണ് KT ജലീൽ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ താങ്കൾ മത്സരിക്കും. പാർട്ടി അങ്ങനെ പറയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ തന്നെ ഒരുപാട് ആളുകൾ മത്സരിക്കാനുണ്ട്. KT ജലീലിന് പകരം തവനൂരിൽ ആരായിരിക്കും? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏത് സ്ഥാനാർത്ഥിയുണ്ട് പാർട്ടിക്ക്? അങ്ങനെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഉണ്ട് സ്ഥാനാർത്ഥികൾ. ഞാൻ മാത്രമല്ലല്ലോ മൊത്തം നമ്മുടെ ജില്ലയിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ എത്രയോ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ 4 പ്രാവശ്യം തുടർച്ചയായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഞാൻ. 4 പ്രാവശ്യം തുടർച്ചയായി മലപ്പുറം ജില്ലയിൽ നിന്ന് ഇതിനു മുൻപ് ഒരാളും ജയിച്ചിട്ടില്ല. ആ ആത്മവിശ്വാസം താങ്കൾക്കുള്ളതുപോലെ അത് പാർട്ടിക്കും ഉണ്ടാകും. പാർട്ടി പറയുക അങ്ങനെയല്ല, അത് ആത്മവിശ്വാസമല്ല, ഞാൻ പറയുക. അതുകൊണ്ടാണ് 4 പ്രാവശ്യം ആയില്ലേ, ഇനി നമുക്കൊന്ന് മാറി നിൽക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിക്കണമല്ലോ. സ്വാഭാവികല്ലേ? അങ്ങനെ ഞാൻ ചിന്തിച്ചില്ലെങ്കിൽ അല്ല, അത് മനസ്സിലായി. അത് വ്യക്തിപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എടുക്കുന്ന തീരുമാനം. പാർട്ടി അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അതെനിക്കറിയില്ല പാർട്ടി അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന്.
അന്തിമ തീരുമാനം ആയിട്ടില്ല. അല്ല, പാർട്ടി അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അതിലൊരു അവസാന തീരുമാനം ഇപ്പൊ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. ഉം. ഞാൻ പാർട്ടി സെക്രട്ടറിയോടും പറഞ്ഞു. എൻ്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ റെസ്പോൺസ് എന്താണ്? അല്ല, അപ്പോൾ അതൊന്നും ഇപ്പോൾ ആലോചിക്കാനായിട്ടില്ലല്ലോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. നമ്മളിപ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് പറയുക എന്നുള്ളത് നമ്മളുടെ ഒരു മാന്യതയുടെ കൂടി പ്രശ്നമാണല്ലോ. നമ്മളിതിലിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്ന് ഉള്ള ഒരു കാര്യം വരാൻ പാടില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിൽ 3 പ്രാവശ്യം മത്സരിച്ചവർ ഞങ്ങൾക്കിനി അനന്തമായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റാണ് ലീഗ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എനിക്ക് താങ്കൾ ആ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്യണമെന്ന് മനസ്സിലായി. എങ്കിലും ഞാൻ ചോദിക്കുന്നത്, പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ കെ.ടി. ജലീൽ മത്സരിക്കില്ല എന്ന് പറയില്ല. അല്ല, നമ്മളിപ്പോൾ അതിൽ പിന്നെ കെട്ടിത്തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. അതൊക്കെ സമയം ഇനിയും ഒരുപാടുണ്ടല്ലോ വരാൻ. മത്സരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. ഈ പോരാട്ടവും മത്സരവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇപ്പോൾ ഈ എടുത്ത വിഷയങ്ങളൊക്കെ, ഈ ആരോപണങ്ങൾ ഡിവൈഎഫ്ഐയും മലപ്പുറം CPM ജില്ലാ കമ്മിറ്റിയും ഏറ്റെടുത്തു. പക്ഷെ മറ്റ് CPM നേതാക്കളൊന്നും അങ്ങനെ ഒരു പ്രതികരിച്ച് കണ്ടില്ല. ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് ഞാൻ സെക്രട്ടറി പറഞ്ഞു, ഡിവൈഎഫ്ഐയും എടുത്തു, മലപ്പുറം CPM ജില്ലാ കമ്മിറ്റി എടുത്തു. അതല്ലാതെ മറ്റ് CPM നേതാക്കൾ പ്രതികരിച്ച് അങ്ങനെ കണ്ടില്ല. പിന്നെ ഒരു അഭിപ്രായം അവർ പറയേണ്ട കാര്യമില്ല. ഡിവൈഎഫ്ഐ പറഞ്ഞ നിലക്ക് ഇതൊരു യുവജന സംഘടനാ നേതാവിൻ്റെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക അവിഹിതമായിട്ടുള്ള സമ്പാദ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ KM ഷാജിയുടെ പ്രശ്നം വന്നപ്പോഴും CPM ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എത്രയോ കാലമായിട്ട് CPM-ന്റെ സഹയാത്രികനായിട്ട് താങ്കൾ തുടർന്നു. അപ്പോഴും പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടില്ല. ശ്രീ അബ്ദുറഹ്മാൻ പോലും അംഗത്വം എടുത്തു. എന്തുകൊണ്ടാണ് താങ്കൾ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? അല്ല, പാർട്ടിയുടെ ഒരു നല്ല മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു നല്ല സഹയാത്രികനായി മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോ പാർട്ടിയുടെ ചില നിലപാടുകൾ, വ്യക്തിപരമായ ചില വിയോജിപ്പുകൾ ഇടക്കാലത്ത് ഉണ്ടാവാറുണ്ട്? അങ്ങനെയൊന്നുമല്ല. അല്ല, ഞാൻ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ CPIM-ൻ്റെ ഒരു ഫെലോ ട്രാവലറായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അംഗമല്ല എന്നുള്ളത് കൊണ്ട് CPM-ന് നമ്മളിൽ നിന്ന് കിട്ടേണ്ട സർവീസ് ഒരിഞ്ച് പോലും, ഒരു അണുമണിത്തൂക്കം പോലും കുറവ് വന്നിട്ടില്ല. പാർട്ടിയുടെ 3 ജാഥകളിൽ അവരെന്നെ ഉൾപ്പെടുത്തിയല്ലോ. അതിലും വലിയൊരു അംഗീകാരം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തു വേണം? ഒരു സാധാരണക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തു വേണം? പാർട്ടിയെ സംബന്ധിച്ചോളം അത്ര സാധാരണക്കാരനല്ല ശ്രീ കെ.ടി. ജലീൽ. എങ്കിലും സുജിത് ദാസിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് താങ്കൾ പറഞ്ഞതാണ്. സുജിത് ദാസിനെ പിന്നീട് തിരിച്ചെടുത്തു. എന്താണ് അതിലൊക്കെ പ്രതികരണം? അല്ല, സുജിത് ദാസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ IPS-കാരുടെ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എടുക്കാൻ കഴിയുന്ന ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളുടെ അങ്ങേയറ്റത്ത് ചെന്ന് തീരുമാനങ്ങൾ എടുക്കാനല്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സാധിക്കുകയുള്ളൂ. അതൊക്കെ പ്രൂവ് ചെയ്യപ്പെടേണ്ടതാണ്. പ്രൂവ് ചെയ്യപ്പെടുമ്പോൾ അവർക്കെതിരെ ഇനി ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ആദ്യം സസ്പെൻഷനാണ്. പിന്നെ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് അവർ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ ഡിസ്മിസ് ചെയ്യുക. ഇതൊന്നും നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് നടക്കേണ്ട കാര്യങ്ങളല്ല. അങ്ങനെ നടക്കാൻ വാശി പിടിച്ചാൽ സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ച് നമുക്കൊന്നും അറിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാർട്ടിയുടെ ചില നിലപാടുകൾ താങ്കൾക്ക് വിയോജിപ്പില്ലേ എന്ന് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇതും ചോദിക്കുന്നത്. അതായത് ADGP അജിത് കുമാറിനെതിരായിട്ടും താങ്കൾ ഒരു നിലപാടെടുത്തതാണ്. പക്ഷേ അജിത് കുമാറിനെ വൈറ്റ് വാഷ് ചെയ്യുന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിൽ പ്രതികരണം ഉണ്ടാകാതെ. വൈറ്റ് വാഷ് ചെയ്യുന്ന നിലപാടൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതൊക്കെ മാധ്യമ പ്രചരണങ്ങളാണ്. അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന തെറ്റ് അവിഹിതമായിട്ട് അദ്ദേഹം എന്തൊക്കെയോ സമ്പാദിച്ചു എന്നുള്ളതാണ്. മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹം ഇൻവോൾവ് ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ അന്വേഷണത്തിൻ്റെ വഴിയിൽ തന്നെയാണ്. ആർക്കും രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല, പ്രത്യേകിച്ച് സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ. ഒരാളുടെ മൊത്തത്തിലുള്ള ഇൻകം, അയാളുടെ ബാങ്ക് ബാലൻസ്, അയാൾക്ക് ട്രഡീഷണലായിട്ട് കിട്ടിയ വസ്തുവകകളിലെ സമ്പാദ്യം, ഇതെല്ലാം നോക്കിയാൽ ഒരാളുടെ ചെലവഴിക്കുന്നതിലെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എനിക്കത് ശരിക്കും മനസ്സിലാകുന്നത് NIA-യും ED-യും ഒക്കെ എന്നെ ചോദ്യം ചെയ്ത സമയത്താണ്. അവരെന്നെ അരിച്ചു പെറുക്കി നോക്കിയില്ലേ. 1 രൂപ എന്നെക്കൊണ്ട് പിഴ ചുമത്തിക്കാൻ അവർക്ക് സാധിച്ചോ? അതിലെനിക്ക് അഭിമാനമാണുള്ളത്. 1 രൂപ പോലും പിഴ ചുമത്തിക്കാൻ നമ്മളൊരു അവിഹിതമായിട്ട് എന്തെങ്കിലും ചെയ്തു, കള്ളപ്പണം നമ്മളുടെ അക്കൗണ്ടിൽ വന്നു, അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലുള്ള പണത്തിന് നമ്മൾ നികുതി അടച്ചില്ല, അതിൻ്റെ ഒന്നും പേരിൽ 1 രൂപ പിഴയടപ്പിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ.
നമ്മളുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരപത്രം എന്ന് പറയുന്നത് ഞാൻ അതിനെ തന്നെയാണ്. വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോഴും പാർട്ടിയും സർക്കാരും എടുക്കുന്ന നിലപാടുകളൊക്കെ KT ജലീൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം ചിലപ്പോഴൊക്കെ വിയോജിപ്പുകളും ഒക്കെ ഇല്ലേ? മനുഷ്യ സഹജല്ലേ വിയോജിപ്പുകളൊക്കെ. ആ വിയോജിപ്പുകൾ ബന്ധപ്പെട്ടവരോട് ഞാൻ പറയാറുണ്ട്, അതിന് പരിഹാരവും ഉണ്ടാകാറുണ്ട്. തെരഞ്ഞെടുപ്പ് സമയമാണ്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് പറയുന്നത് മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വെള്ളാപ്പള്ളി മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാത്തയാൾ എന്നൊക്കെ പറയുന്നിടത്തൊക്കെ അതിലൊക്കെ ഒരു എതിരഭിപ്രായമുണ്ടോ? അല്ല, വെള്ളാപ്പള്ളി നടേശൻ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് അതിനെതിരായിട്ടൊന്നും ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അപ്പം എനിക്കെതിരായിട്ട് വെള്ളാപ്പള്ളി നടേശൻ അന്ന് അഭിപ്രായം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ മുബാറക് പാഷയെ സർക്കാർ വെച്ച സമയത്ത് രൂക്ഷമായി അതിനെ അദ്ദേഹം വിമർശിച്ചിരുന്നു. മലപ്പുറത്തിൻ്റെ മന്ത്രിയാണ് KT ജലീൽ എന്ന് വരെ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തോട് ഞാൻ അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഇന്നതുകൊണ്ടാണ് ഡോക്ടർ മുബാറക് പാഷയെ VC ആയിട്ട് വെച്ചത്. അത് അദ്ദേഹം അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഒരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അയാളെ ബോധ്യപ്പെടുത്തി വെള്ളാപ്പള്ളിയെപ്പോലെ ഒരാളെ BJPക്ക് അല്ലെങ്കിൽ BJPയുടെ പാളയത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. അന്ന് എന്നെ വിമർശിച്ച സമയത്ത് എവിടെയായിരുന്നു ഈ സമുദായ സ്നേഹം പറയുന്ന മുസ്ലിം ലീഗ്? എവിടെയായിരുന്നു ഈ മലപ്പുറം സ്നേഹം പ്രസംഗിക്കുന്ന യൂത്ത് ലീഗ്? ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി എന്തെങ്കിലും യോഗം കൂടി തീരുമാനിച്ചോ? എന്തെങ്കിലും അഭിപ്രായം അവർ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെയാണ് വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യം വെച്ചത്. എന്നാൽ അദ്ദേഹത്തിന് ചില സ്ലിപ്പ് ഓഫ് ടങ്ക് സംഭവിച്ചിട്ടുണ്ട്. അതേ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മുസ്ലിം സമുദായത്തെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ മുസ്ലിം ലീഗിനെയാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് ഞങ്ങളോട് മലപ്പുറം ജില്ലയിൽ നീതി ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന പിന്നോക്ക മുന്നണിക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ കൂടുതൽ പ്രയത്നിച്ച വ്യക്തിയാണ്. അതിനുവേണ്ടി ഒരുപാട് പണം ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. കുട്ടി അഹമ്മദ് കുട്ടിയെ അതിൻ്റെ നേതൃപദവിയിൽ ഇരുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും മുസ്ലിം ലീഗ് എന്നോടും ഈഴവ സമുദായത്തോടും നീതി കാണിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞതും ഉദ്ദേശിച്ചതും. അതിനപ്പുറത്തേക്ക് മുസ്ലിം സമുദായത്തെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ, അല്ല നിങ്ങൾ മുസ്ലിം സമുദായത്തെയാണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ ശടിച്ചു പറയേണ്ട കാര്യമുണ്ടോ? താങ്കളുടെ ചില പരാമർശങ്ങൾ, അത് വളരെ ജനറലൈസ് ചെയ്ത് പറഞ്ഞ ചില പരാമർശങ്ങൾ, അത് വലിയ വിഷയമുണ്ടായിട്ടുണ്ട്. മുസ്ലിം ഇപ്പോൾ കരിപ്പൂരിലെ 99% സ്വർണ്ണക്കടത്ത് അത് മുസ്ലിങ്ങളാണെന്നും അത് തീവ്രവാദത്തിന് പിന്നെ മുസ്ലിം സംഘടനകൾ ഈ ആകാശത്തൂടെ വിമാനം പറന്നുപോയാൽ കൂലി ചോദിക്കും, അങ്ങനെയുള്ള ചില പരാമർശം അതിലൊക്കെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അങ്ങനെയല്ല, ഞാൻ അതൊക്കെ പറഞ്ഞത് നമ്മൾ മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് നിന്നുള്ള ഒരാൾക്ക് മുസ്ലിം സമുദായത്തിലെ അരുതായ്മകൾക്കെതിരായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. അപർണ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളും കൂടി അപർണയെ സംഘീച്ചാപ്പകുത്തും. അപ്പോൾ ഏതൊരു കാര്യമായാലും, മദ്രസയുടെ വിഷയമായാലും, കരിപ്പൂരിലെ സ്വർണ്ണവേട്ടയുടെ കാര്യമായാലും, മയക്കുമരുന്ന് വിപണനം നടത്തുന്നതിൻ്റെ കാര്യമായാലും, അതിലൊക്കെ മോശമല്ലാത്ത ഒരു നമ്പർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുണ്ട്. ഒരൊറ്റ മുസ്ലിമും ഉണ്ടാകാൻ പാടില്ല അതിലൊന്നും. കാരണം ഇസ്ലാം എന്ന് പറയുന്ന മതദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം കുറക്കണം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന് ഗുണമാണ്. ഓരോരോ സമുദായക്കാരും അവരവരുടെ സമുദായത്തിൽ നിന്ന്, ജാതി വിഭാഗങ്ങളിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ആത്യന്തികമായി അതിൻ്റെ നേട്ടമാർക്കാണ് കിട്ടുക? പക്ഷേ സംഘപരിവാർ മലപ്പുറം എന്നുള്ള വാക്കെടുത്തുകൊണ്ട് നടത്തുന്ന വലിയ പ്രചാരണങ്ങളൊക്കെ നിൽക്കുമ്പോൾ താങ്കൾ അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണോ എന്നല്ലേ അവർ ചോദിച്ചത്? അല്ല, സംഘപരിവാർ പറയുന്നു എന്ന് കരുതിയിട്ട് അവരെന്തെങ്കിലും പറയും, അതുകൊണ്ട് നമ്മളുടെ സമുദായത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടിപ്പോകരുത്, ആ നയം എനിക്കില്ല. സംഘപരിവാറുകാർ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞാലും പറയും, പറഞ്ഞില്ലെങ്കിലും പറയും.
പക്ഷേ നമ്മളുടെ സമുദായത്തിൻ്റെ അകത്ത് ചില ശുദ്ധീകരണങ്ങൾ നടക്കണം. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പശ്ചാത്താപമോ റിഗ്രറ്റോ ഈ പറഞ്ഞതിലൊന്നുമില്ല. ഉറച്ചു എന്തിനാണ് നിൽക്കുകയാണ്. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്താനോ ഇകഴ്ത്താനോ അല്ല പറഞ്ഞത്. മുസ്ലിം സമുദായത്തിൻ്റെ നേതൃപദവികളിൽ ഇരിക്കുന്നവർ, പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞത് ഇൻഡോർ മീറ്റിങ്ങുകളിലാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ഇരിക്കുന്ന വേദികളിലാണ്. ഇപ്പം മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യം, അതൊക്കെ ഞാൻ പറഞ്ഞത് വിത്തിൻ ദി കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ അത് പിന്നീട് പുറത്തു വരികയാണ് ചെയ്തത്. ഈ ഖുറാൻ വിഷയത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ പരിശോധനയില്ലാത്ത സ്ഥലത്ത് കൂടെ കൊണ്ടുപോയി ആ തരത്തിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് വലിയ വിമർശനം വന്നാണ്. അത് വേണ്ടിയിരുന്നില്ല എന്നുണ്ടോ? വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടില്ല. കാരണം 2006 ഞാൻ കേരള നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നെപ്പറ്റി വല്ലാത്തൊരു അപവാദ പ്രചരണം മുസ്ലിം ലീഗ് നടത്തി. ഞാൻ ഫണ്ട് തട്ടിപ്പ് നടത്തി ഗൾഫ് നാടുകളിൽ പോയി പിരിച്ചു എന്ന് ഇവർ പ്രചരിപ്പിച്ചു. അപ്പോൾ എൻ്റെ നാട്ടുകാർക്ക് എന്നെ അറിയാം. ഞാൻ വീട് വെച്ച സമയത്ത് ഒരു ലക്കോട്ടും വാങ്ങിയിട്ടില്ല. ലക്കോട്ട് പറഞ്ഞാൽ കവറിൽ പൈസ ഇട്ട് തരുമല്ലോ. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരാളുടെ അടുത്തു നിന്ന് ഒരു കവറും പൈസ ഇട്ട് വാങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു കടക്കാരനും ഒരു സാധനം വാങ്ങിയിട്ട് 10 പൈസ ഞാൻ കൊടുക്കാനില്ല. അങ്ങനെയുള്ള എന്നെക്കുറിച്ചാണ് ഈ അപവാദ പ്രചരണം അവർ നടത്തിയത്. അന്ന് ഞാൻ ആദ്യമായി വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ജനമധ്യത്തിൽ വെച്ച് ഒരു മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വിശുദ്ധ ഗ്രന്ഥം സാക്ഷി ഞാനത് ചെയ്തിട്ടില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. അത് പറഞ്ഞപ്പോൾ ആ ആളുകളുടെ ഒരു പ്രതികരണം ഇപ്പോഴും അതെൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് ഞാൻ ലീഗിനെ വെല്ലുവിളിച്ചു, എനിക്കെതിരായി നിങ്ങൾ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അത് ശരിയാണെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാനൊരു കോൺഗ്രസ്സുകാരനോട് ഒരിക്കലും ആ വെല്ലുവിളി നടത്തൂല. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകനോട് ഞാൻ ആ വെല്ലുവിളി നടത്തൂല, അവനൊരു മുസ്ലിം ആണെങ്കിൽ പോലും. പക്ഷേ മുസ്ലിം ലീഗുകാരനോട് അത് നടത്താം. എന്തുകൊണ്ടെന്നാൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് 100 കണക്കിന് പള്ളികളുടെ ഖാദിയാണ്. ഖാദി എന്ന് പറയുന്നത് ഒരു മത സ്ഥാനമാണ്. ഖാദി തൻ്റെ വിധി കൽപ്പിക്കുന്നത്, മതവിധി പറയുന്നത് വിശുദ്ധ ഖുർആനെ ആസ്പദിച്ചാണ്. വിശുദ്ധ ഖുർആനെ ആസ്പദിച്ചാണ് ഖാദി മതവിധി പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തൻ്റെ അടുത്ത് ഒരു കാര്യം വന്നാൽ ആ കാര്യത്തിലുള്ള മതവിധി പറയേണ്ടതാണെങ്കിൽ അത് പറയുന്ന ഗ്രന്ഥം സാക്ഷിയാക്കിയാണ് ഞാൻ പറഞ്ഞത്. അത് ലീഗുകാർക്ക് മനസ്സിലാവും. പക്ഷെ ലീഗുകാർ അത് പിടിക്കാൻ തയ്യാറാവില്ല. ഗ്രീൻ ചാനലിലൂടെ കൊണ്ടുവരുന്നത് ഒരു മതേതര സർക്കാർ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പരിശോധന ഇല്ലാതെ വരണോ എന്നൊക്കെയുള്ള ചോദ്യം അത് ഇപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും വരുന്നുണ്ടല്ലോ. അത് UAE എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സർക്കാർ തലത്തിൽ ചെയ്യുന്നതാണ് വിഷയം. അല്ല, ഒരു പൊതു സ്വഭാവമാണ്. അത് സർക്കാർ തലത്തിലൊന്നും ചെയ്തതല്ല. അവരെന്നോട് ചോദിച്ചു, അന്ന് മൈനോറിറ്റി വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ, കോവിഡ് കാലമാണ്, അവർ കൊണ്ടുവന്ന കിറ്റും അതുപോലെ തന്നെ അവർ കൊടുക്കാറുള്ള റംസാനിന് കൊടുക്കാറുള്ള കിറ്റും ഈ ഖുർആൻ്റെ കോപ്പികൾ അവർ പള്ളികളിൽ കൊടുക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ പള്ളികളിലാണല്ലോ ഉപയോഗിക്കുക. അല്ല, താങ്കൾക്ക് അത് വ്യക്തിപരമായിട്ട് വാങ്ങാമായിരുന്നു. ഒരു മതേതര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് എന്തിനത് വാങ്ങി? അല്ല, വ്യക്തിപരമായിട്ട് തന്നെയാണ്. ഞാൻ മതേതര സർക്കാരിൻ്റെ പ്രതിനിധിയാണെങ്കിലും ഖുർആൻ ഒരാൾ എന്നോട് ഇതൊന്ന് വിതരണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ ഏതെങ്കിലും പള്ളികളിൽ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ, വയ്യ, ഞാൻ മതേതര സർക്കാരിൻ്റെ ഭാഗമാണ് എന്നെങ്ങനെയാണ് ഒരു ബിലീവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുക? ഇപ്പം എന്നോട് ഭഗവത്ഗീതയുടെ കോപ്പികൾ നിങ്ങളുടെ പ്രദേശത്തെ ക്ഷേത്രങ്ങളിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 101% ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ബൈബിള് നിങ്ങളുടെ നാട്ടിലെ, എൻ്റെ മണ്ഡലത്തിലെ കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ ചില ആരാധനാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ എത്തിക്കണം എന്ന് പറഞ്ഞാൽ, ബൈബിൾ എത്തിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ചർച്ചകളുണ്ടല്ലോ, ഞാൻ അവിടെ കൊടുക്കും.
ശരി, അതിനുള്ള ഉത്തരം ഞാനിനി മലയാളം സർവകലാശാല ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് എന്ന് പറയുമ്പോഴും അത് ഈ സർക്കാരിൻ്റെ അവസാന സമയത്തായിരുന്നു. മറിച്ചൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു. ആ സമയത്ത് ഈ തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്ന സമയത്ത് എടുക്കാതെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. ഈ ഭൂമി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഭൂമി കണ്ടെത്തിയത് UDF സർക്കാരിൻ്റെ കാലത്താണ്. ആ ഭൂമിയുടെ തരം മാറ്റാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ ഉത്തരവിറങ്ങിയത് UDFൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ ഈ ഭൂമിക്ക് ബന്ധപ്പെട്ട ഭൂ ഉടമകളുമായി നെഗോഷിയേറ്റ് ചെയ്ത് വാല്യൂ നിശ്ചയിക്കണം എന്ന് പറയുന്ന ഉത്തരവിറങ്ങിയതും UDFൻ്റെ ഭരണകാലത്താണ്. UDFൻ്റെ ഭരണകാലത്ത് തന്നെയാണ് ഭൂ ഉടമകളെ വിളിച്ച് നെഗോഷിയേറ്റ് കളക്ടർ ചെയ്ത് ഫെബ്രുവരി മാസത്തിൽ 2016 1,70,000 രൂപ 17.5 ഏക്കറിന് സെൻറ്റ് ഒന്നിന് തീരുമാനിച്ച് വില നിർണയ സാക്ഷ്യപത്രം പുറത്തിറക്കുന്നത്. അത് മാറ്റാമായിരുന്നില്ലേ എന്നുള്ളതാണ്. പറയട്ടെ, അത് സർക്കാരിലേക്ക് വന്നു. അപ്പോഴേക്കാണ് സർക്കാർ മാറുന്നത്. സർക്കാർ മാറിയ 2 വർഷം എന്ന് പറയുന്നത് രവീന്ദ്രൻ മാഷായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇത് സംബന്ധമായിട്ട് വേറെ ഒരു ലാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് രണ്ടും പരിശോധിക്കാൻ, അപ്പോൾ ഇതിൽ തന്നെ ഗവൺമെൻറ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നില്ല. എങ്കിൽ അതും പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ VC ഉൾപ്പെടെയുള്ള ആളുകളെ അംഗങ്ങളാക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി 2 സ്ഥലവും പോയി നോക്കി. ഈ സ്ഥലം എന്ന് പറയുന്നത് PWD റോഡിനോട് ഓരം ചേർന്നാണ്. PWD റോഡിനോട് ഓരം ചേർന്നാണ്, ബസ് റൂട്ടുള്ള റോഡാണ്. എന്നാൽ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം 1.25 ലക്ഷത്തിന് സെൻറ്റിന് തരാമെന്ന് പറഞ്ഞ ഭൂമി എന്ന് പറയുന്നത് ഉൾറോട്ടിനാണ്. ഒരു ഉൾറോട്ടിന് ആണ് ആ ഭൂമി. അവിടേക്ക് ശരിക്ക് വാഹനങ്ങൾ പോകാൻ കഴിയില്ല. 8 മീറ്റർ വീതിയുള്ള റോഡ് വേണം. എങ്കിലല്ലേ നമുക്ക് 2 വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ബെഞ്ച് മാർക്കിന് കുറേ വാഹനങ്ങളുണ്ട്, അതൊക്കെ കൂടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അതൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സമയത്താണ് അത് വരിക, വാഹനങ്ങൾ ഒരേ ഡയറക്ഷനിൽ. പിന്നെ അടുത്ത ഡയറക്ഷനിൽ ഇങ്ങനെ അങ്ങോട്ടും പോവുകയാണ്. അപ്പോൾ ശരിക്കും 2 ബസ്സുകൾ വന്നാൽ നല്ലതുപോലെ സൈഡ് കൊടുത്ത് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഭൂമി ഉചിതമല്ല എന്ന് ഈ കമ്മിറ്റി കണ്ടെത്തി. അവരും പറഞ്ഞത് ഈ ഭൂമി എടുക്കുകയാണ് നല്ലതെന്ന്. പിന്നെ ആദവനാട്ടൊരു ഭൂമി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് കല്ലുവെട്ടുകുഴികളാണ്, കോറികളും എല്ലാം കൂടി നിറഞ്ഞതാണ്. അതും പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇടതുപക്ഷ സർക്കാർ ഇത് ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുമ്പോഴും വില നിർണയ സമിതി ഇതിൽ വീണ്ടും ഒരു നെഗോഷിയേഷൻ നടത്തണമെന്ന് തീരുമാനിച്ചു ഭൂ ഉടമകളുമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സെൻറ്റിന് 1,70,000 നേരത്തെ പറഞ്ഞതും UDF സർക്കാരിൻ്റെ കാലത്ത് നിശ്ചയിച്ചത്. ഗവൺമെൻറ് പറഞ്ഞു അത് പറ്റില്ല, കുറക്കണം. അങ്ങനെയാണ് 1,60,000 സെൻറ്റിന് എന്നുള്ള നിലക്ക് കുറച്ചത്. 17.5 ഏക്കർ എന്നുള്ളത് കണ്ടൽക്കാടുകളും ചതുപ്പ് നിലങ്ങളും ഒഴിവാക്കിയിട്ട് 11 ഏക്കർ അതിൽ ഫിക്സ് ചെയ്തു. UDFൻ്റെ കാലത്ത് ഈ കണ്ടൽക്കാടുകളും ഈ ചതുപ്പ് നിലവും ഉൾക്കൊള്ളുന്ന 17.5 ഏക്കർ 1,70,000 രൂപ സെൻറ്റിന് എടുക്കണമെന്ന് തീരുമാനിച്ച ഭൂമിയാണ് കണ്ടൽക്കാടുകളും ചതുപ്പ് നിലവും ഒഴിവാക്കി 11 ഏക്കറിൽ പരിമിതപ്പെടുത്തി സെൻറ്റ് ഒന്നിന് 1,60,000 രൂപയാക്കുന്നത്. അത് ഈ സർക്കാരാണ് ചെയ്തത്. മറ്റു ഭൂമികൾ ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് തവനൂരിലേക്ക് കൊണ്ടുപോകാം. അവിടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ 100 ഏക്കർ സ്ഥലമുണ്ട്, അതിൽ നിന്ന് 10 ഏക്കർ എടുത്താൽ പോരെ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കി. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഭൂമി എന്ന് അറിയപ്പെടുന്നത് തിരൂരാണ്. അപ്പോൾ തിരൂരിൽ നിന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിലുള്ള ഒരു സർവകലാശാല പോകുന്നത് ആ ദേശക്കാരെ മുഴുവൻ തന്നെ പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് അവിടെ തന്നെ ആവട്ടെ എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഈ മറ്റ് ഫിറോസിനെ എതിരെ ഉന്നയിക്കുന്ന വലിയ ആരോപണങ്ങൾ ഇപ്പോൾ വിജിലൻസ് കൊണ്ട് മാത്രം മതിയാകില്ല, ഒരുപക്ഷെ അതൊരു നാഷണൽ അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയൊക്കെ വേണ്ടിവരും. അങ്ങനെ ആ ഒരു ഘട്ടം അതിനൊക്കെ കൊടുക്കുന്നുണ്ട് ആളുകൾ. ഞാൻ കൊടുക്കുന്നില്ലെങ്കിലും നമ്മൾ പറയുന്ന ഈ രേഖകൾ പ്രകാരം പലരും പല ഏജൻസികൾക്കായിട്ട് പരാതികൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഔദ്യോഗികമായിട്ട് വിജിലൻസിനാണ് കൊടുത്തത്. വിജിലൻസിന് നിങ്ങൾ പറഞ്ഞതുപോലെ ചില പരിമിതികൾ ആ കാര്യത്തിൽ ഉണ്ടാവാം. എന്നാൽ ഇത് അന്വേഷിക്കേണ്ട ഏജൻസികൾ
നാഷണൽ ഏജൻസികളുണ്ട്. അവരൊക്കെ നമ്മൾ ഈ പറയുന്നത് തന്നെ ഒരു പരാതിയായിട്ട് എടുക്കും. എൻ്റെ ഓരോ പത്രസമ്മേളനവും NIA-യുടെ ചോദ്യം ചെയ്യലിന് ഞാൻ ചെന്ന സമയത്ത് അവരെന്നോട് ഇങ്ങനെ പറയായിരുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറയായിരുന്നു. ഞാൻ ഒറ്റ കാര്യം കൂടെ അവസാനിപ്പിക്കുമ്പോൾ, നേരത്തെ എന്നോട് പറഞ്ഞു മത്സരിക്കുക എന്നത് സംബന്ധിച്ച് അതിൽ അതിലിപ്പോൾ നിൽക്കുന്നില്ല. പക്ഷേ നമ്മൾ ഈ എഴുത്തും വായനയിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞ ഒരാൾ വീണ്ടും ഈ പാർലമെന്ററി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുമായിട്ട് വരുമ്പോൾ ഇതിൽ മാറി നിൽക്കുന്നവർ എന്തിന് വീണ്ടും എന്നുള്ള. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഒരിക്കലും മാൻ ഈസ് എ പൊളിറ്റിക്കൽ അനിമൽ എന്നാണ്. ഒരു രാഷ്ട്രീയ ജീവിയാണ് മനുഷ്യൻ. പ്രത്യേകിച്ച് നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അധികാര രാഷ്ട്രീയം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. എന്നാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ മാറി നിന്നാൽ പിന്നെ ആരാണ്? ഇവരെ പോലുള്ള ആളുകാരല്ലേ പിന്നെ വരുന്നത്. നമ്മളെക്കാളും മെച്ചപ്പെട്ട ആളുകളും നല്ല ശുദ്ധന്മാരായിട്ടുള്ള ആളുകളും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളൊക്കെ ഒന്ന് മാറി നിന്നാലും വലിയ പ്രശ്നമില്ല. ഇത് ഈ കുറുവാ സംഘങ്ങളൊക്കെയാണ് പിന്നെ വന്ന് കൂടുന്നത്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തുണ്ടാവും, സജീവമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പൊളിറ്റിക്കലായിട്ടുള്ള ഈ ഇഷ്യൂസ് എടുക്കുന്നതും പറയുന്നതും. വളരെയധികം നന്ദി ശ്രീ. താങ്ക് യു വെരി മച്ച്.